പുതിയൊരു ദിവസത്തെ പുതിയൊരു വീഡിയോയ്ക്ക് വീണ്ടും സ്വാഗതം. പിന്നെ ഇന്ന് നമുക്ക് ഒരു ചേന എരിശ്ശേരി ഉണ്ടാക്കാം. ചേന ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേനേനെ ചെറിയ കഷ്ണമാണ്, 1/4 കിലോനേ ഉള്ളൂ, കുറച്ച് മതി വേണ്ടിയിട്ടാണ്. നമ്മൾ 1/4 കിലോ ചേനയാണ്. ചേന എരിശ്ശേരി ഇല്ലാത്തൊരു ഓണമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും എരിശ്ശേരി വേണം. അപ്പോൾ എരിശ്ശേരി എങ്ങനെ ഉണ്ടാക്കണം, എന്തൊക്കെ വേണം, സിമ്പിളാണ്, ചെറിയ വീഡിയോ ആണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം, എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് കാണാം. എരിശ്ശേരിക്ക് എന്തൊക്കെ വേണം, എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു 300 ഗ്രാം ചേന ഉള്ളൂ, തോനെയൊന്നുമില്ല. പിന്നെ 1 ടീസ്പൂൺ ജീരകം വറക്കാനും വേണം, 1/2 ടീസ്പൂൺ ജീരകം അരയ്ക്കാനും വേണം. താളിപ്പിന് കടുക്, ഉണക്കമുളക്, പിന്നെ പ്രധാന ആളാണ് പരിപ്പ്. 100 ഗ്രാമിൻ്റെ അടുത്ത് പരിപ്പുണ്ട് ഇതിൽ. 100 ഗ്രാം പരിപ്പ് കുറച്ച് അധികം തന്നെ വേണം, കമ്മിയായ രസം ഉണ്ടാവില്ല. അധികം പരിപ്പ് വേണം, അപ്പോഴേ രസം ഉണ്ടാവുള്ളൂ. തേങ്ങ, അതിൽ ഒരു തേങ്ങ ഉണ്ട്, അതിൽ കുറച്ച് തേങ്ങ അരയ്ക്കാടുക്കണം, കുറച്ച് തേങ്ങ വറക്കുകയും വേണം, കുറച്ച് മുളക് പൊടി വേണം, എരിവിന് പാകത്തിനുള്ളത്, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി വേണം. അപ്പോൾ നമുക്ക് തുടങ്ങാം, എരിശ്ശേരിയുടെ പരിപാടി തുടങ്ങാം. എല്ലാം കഴുകി ഇടാൻ പോണു. അടുപ്പ് കത്തിച്ചു, പാത്രം ചൂടായി. സാമ്പാർ പരിപ്പാണ്, എന്താ പരിപ്പാണ് വിചാരിക്കേണ്ട, എല്ലാവർക്കും അറിഞ്ഞൊന്നും വലിയ അറിയാത്തവർക്കാണ് പ്രത്യേകം പറയണത്. സാമ്പാറിനുള്ള പരിപ്പാണ്. വെള്ളം ഒഴിച്ചു, നമുക്ക് ചേന ഇടാം. ചേന ഇടണം, നല്ല വേവണം. വലിയ കഷ്ണം വിചാരിക്കേണ്ട, വെന്തുടഞ്ഞോളും, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മഞ്ഞൾപ്പൊടി ഇനി നല്ല വേവട്ടെ, അപ്പോൾ വേഗം വയ്ക്കാം. തേങ്ങത്തെ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ ഞാൻ അരയ്ക്കാൻ, ഒരു ലേശം കുറച്ച് എടുത്തിട്ടുള്ളൂ. 1/2 മൂടിയുടെ പകുതി എടുത്തുള്ളത്. ജീരകം 1/2 സ്പൂൺ ജീരകം അരയ്ക്കാറുണ്ട്. ഇത്രേ വേണ്ടുള്ളൂ അരയ്ക്കാൻ. ഇനി വറുത്തിടാനാണ്. മുളക് പൊടി ഇടാം. മുളക് വേണമെങ്കിൽ ഇടാം, മുളക് പൊടി വേണമെങ്കിൽ ഇടാം, ഉണക്ക മുളക് വേണമെങ്കിൽ ഇടാം, പൊടി വേണമെങ്കിൽ ഞാൻ പൊടി ഇടുന്നത് 1 സ്പൂണ്. ഇത് അരച്ചെടുക്കട്ടെ, അരച്ചിട്ട് കാണാം. ഇതാണ് അരപ്പ്. പിന്നെ തേങ്ങ, മുളക്, ജീരകം, തേങ്ങ, ജീരകം, മുളക് അരച്ചതാണ്. 3 കൂടി നൈസ് അരച്ചിട്ടുണ്ട്. നമുക്ക് പരിപ്പും ചേനയും വെന്തും അതിലേക്ക് ഇടാം. എല്ലാം വെന്തും നല്ല വെന്തൊക്കെ മണം വരുന്നുണ്ട്. ഇനി ഉപ്പും അരപ്പും ഒക്കെ പാടിട്ട് ഒരു 2-3 മിനിറ്റ് തിളയ്ക്കണം. അപ്പോഴേക്കും നമുക്ക് വറവിടാം. ലാസ്റ്റ് അത് ഉപ്പിട്ടെ, ഉപ്പ് ആദ്യം കുറച്ചിടാം, പിന്നെ വേണമെങ്കിൽ നോക്കിയിടാം. ഉപ്പ് അധികമാകാൻ പാടില്ല, ഇതിലേ പെട്ടെന്ന് ഉപ്പാവും. ഉപ്പിട്ടു, ഇളക്കി ഒന്ന് നല്ല അരച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം വേണ്ടിയിരുന്ന വെള്ളം വേണേ, അങ്ങനെയാണ് എരിശ്ശേരി. ഉപ്പൊക്കെ തിളച്ച ശേഷം ഉപ്പൊക്കെ നോക്കാം, എരിവ് വേണമെങ്കിൽ ഇടാം, നോക്കാം. കഷ്ണമൊക്കെ നല്ല വെന്തു, നല്ല വേവണ ചേനയാണ്. തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ അപാര ടേസ്റ്റിലുള്ള പിന്നെ എരിശ്ശേരി, ചേനയും പരിപ്പും എരിശ്ശേരി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി വറവാണ് മുഖ്യം. എല്ലാ സദ്യകളിലും ഉണ്ടാവും, കല്യാണം, പിറന്നാൾ പറഞ്ഞമാതിരി മുഖ്യമായ നല്ല സദ്യകളിൽ എല്ലാത്തിലും ഉൾപ്പെടുത്തുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ചിലർ മത്തങ്ങയും പരിപ്പും കൊണ്ട് എരിശ്ശേരി ആവും, ചേനയും പരിപ്പും കൊണ്ട് എരിശ്ശേരിയാണ്. മത്തങ്ങയും പരിപ്പിലും ഇതേ മാതിരി എരിശ്ശേരി വെക്കാം. തിളച്ചു. ഇനി നമുക്ക് താളിപ്പിടാം. താളിപ്പ് പ്രധാനമാണ്. ഇനി ആറുമ്പോഴേക്ക് നല്ലൊരു കട്ട മാതിരി ആവും. പാകം. തിളച്ചു. അപാര ടേസ്റ്റാണ്, അടിപൊളിയാണ്. എല്ലാവരും വീഡിയോ ഫുള്ളും കാണണം, എന്നിട്ട് ഉണ്ടാക്കി നോക്കണം. റെഡിയായി. ഇനി അതിനകത്ത് തിളച്ചും കട്ടുമൊന്നും വേണ്ട. ഇനി നമുക്ക് വറക്കാം. 1 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. കടുക് ഇടുന്നുണ്ട്. നെയ്യ് ചൂടായി.
നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ, ഇത് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. എല്ലാ ഡിഷും അതിൻ്റെതായ വറവിലാണ് ടേസ്റ്റ് കൂടുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞു. ഇതാ ജീരകം, ഒരു സ്പൂൺ നിറച്ചിട്ടുണ്ട് ജീരകം, നോക്കിക്കോളൂ. അര സ്പൂൺ ഇടുന്നുണ്ട്. മുളക് 2 പച്ചമുളക് മുളകാണ് പൊടിച്ചിട്ടുണ്ട്. മുളകിടാം. ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്നായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം കളറ് മാറുന്ന വരയ്ക്ക് വറക്കണം. കടുക്, ജീരകം, പിന്നെ മുളക്, ഉണക്കമുളക് ഇട്ടിട്ടുണ്ട്. നല്ല അപാര മണം വരും. ചോത്തു വറവായി. അടിപൊളി സൂപ്പർ മണത്തോടു കൂടെ വറവ് റെഡിയായി. സൂപ്പർ ടേസ്റ്റിലുള്ള എലിശ്ശേരി റെഡി. അപ്പം അങ്ങനെ നമ്മുടെ ചേനലിശ്ശേരി റെഡിയായി. ചേനയും പരിപ്പ് എലിശ്ശേരിയാണ് റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, കഴിക്കണം. സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചേനയും പരിപ്പും എലിശ്ശേരിയാണ്. ഓണൊക്കെ എന്നിട്ട് ഉണ്ടാക്കി കഴിച്ച് ഓണൊക്കെ അടിച്ച് പൊളിക്കുക. സൂപ്പറായിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഇനിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം.